തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ നിലവിലെ പ്രശ്നങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി ഉറപ്പായും പഠിക്കുകയും തിരുത്തുകയും വേണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഒരുപാട് ഘടകങ്ങളിൽ ഒന്നു മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ശൈലിയുമായി ബന്ധപ്പെട്ട ചർച്ചകളെന്നും ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ ബിനോയ് വിശ്വം പറഞ്ഞു. UDF-ൽ പോകണമെന്ന അഭിപ്രായം പാർട്ടി അംഗങ്ങൾക്ക് പറയാനുള്ള അവകാശമുണ്ടെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. സ്വർണം പൊട്ടിക്കലിന്റെ കഥകൾ, അധോലോക കഴിഞ്ഞാട്ടങ്ങൾ, അത് ചെങ്കൊടിയുടെ മാർഗമല്ല. ചെങ്കൊടി അതിന്റെ പാർട്ടിയല്ല. കയ്യൂരിലും കരുവള്ളൂരിലും തില്ലങ്കേരിയിലും മുനിയൻകുന്നിലും കാവമ്പായിലും ഉഞ്ചികത്തും തെലങ്കാനയിലും തേബാകയിലും ശൂരനാട്ടും എല്ലാം ഒരുപാട് മനുഷ്യർ ചോരകെടുത്തുണ്ടാക്കിയ പാർട്ടിയാണ്. അവരുടെ ചോരയുടെ നിറമാണ് ചെങ്കൊടിക്കുള്ളത്. ആ ചെങ്കൊടി തണലിൽ ഒരിക്കലും അധോലോക സംസ്കാരവും വളരാൻ പാടില്ല എന്നാണ് കമ്മ്യൂണിസ്റ്റ് നിലപാട്. ആ നിലപാട് CPIക്കും ഉണ്ട്, ആ നിലപാട് CPM-നും ഉണ്ടാകാം. കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രി സഖാവ് തന്നെയാണെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബോധ്യം. അത് പറഞ്ഞു. അതിനപ്പുറം പിണറായി വിജയൻ മോശക്കാരനാണെന്നല്ല. തുടർഭരണം ജനങ്ങൾ കൊടുത്തതാണ്. അവർക്ക് പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ ഞങ്ങൾ നിറവേറ്റും. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഷഫീദ്, പരസ്യമായ വിമർശനം അത് ശക്തമായി തന്നെ തുടരുകയാണ് ബിനോയ് വിശ്വം. അതേസമയം തന്നെ മുന്നണി വിടേണ്ടതിന് ഒരു ആവശ്യമൊന്നുമില്ല, പക്ഷേ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി ചെങ്കൊടിയിൽ വിശ്വസിക്കുന്നവർക്ക് ആദർശങ്ങൾ മുൻനിർത്തി തന്നെ മുന്നോട്ട് പോകണം, തിരുത്തൽ നയം വേണമെന്നും പറയുന്നില്ല. ശൂരനാട്ടും എല്ലാം ഒരുപാട് ഷഫീദ് റാവുത്തറാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുക. ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് പരസ്യമായി തന്നെ CPIM-നെതിരെ വിമർശനവുമായി ബിനോയ് വിശ്വം രംഗത്തെത്തിയത്. എന്നാൽ അതേസമയം തന്നെ പാർട്ടി CPI LDF വിടണം എന്നുള്ള രീതിയിൽ വരുന്ന വിമർശനങ്ങളെ എല്ലാം തന്നെ ചിരിച്ചു തള്ളുന്നുവെന്നും ബിനോയ് വിശ്വം പറയുകയുണ്ടായി. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷഫീദ്, വിമർശനം തുടരുക തന്നെയാണ്. തിരുത്തൽ വേണം, തെറ്റ് എവിടെയാണെന്ന് കണ്ടെത്തി കൃത്യമായ തിരുത്തൽ വേണം എന്നുള്ള കാര്യം തന്നെയാണ്. ഒപ്പം CPIM-ന് രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശനവും ഉണ്ടല്ലേ? സ്മിത, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇടതുമുന്നണി സ്വീകരിക്കേണ്ട നയപരമായ സമീപനം അടക്കമുള്ള കാര്യങ്ങളിലെ വ്യക്തത, അതടക്കമുള്ള കാര്യങ്ങളിലെ പ്രതികരണമാണ് ഇപ്പോൾ ബിനോയ് വിശ്വത്തിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ CPIയുടെ ഭാഗത്തു നിന്ന് പുറത്തുവരുന്നത്. ഇന്ത്യൻ എക്സ്പ്രസിൽ ഇതുമായി ബന്ധപ്പെട്ട് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖത്തിലായിരുന്നു ബിനോയ് വിശ്വം ഇതുമായി ബന്ധപ്പെട്ട തന്റെ കാര്യങ്ങൾ ആദ്യം വ്യക്തമാക്കിയത്. അതിൽ എടുത്തു പറയുന്ന ഒരു കാര്യം, UDF-ൽ പോകണമെന്ന അഭിപ്രായം പാർട്ടി അംഗങ്ങൾക്ക് പറയാനുള്ള അവകാശമുണ്ട്. എന്നാൽ നിലവിൽ CPI LDF-ൽ നിന്ന് പോകേണ്ട കാര്യമില്ല, അതെങ്കിലും മാറി ചിന്തിക്കേണ്ട കാര്യമില്ല. എന്നാൽ ഇന്ത്യ മുന്നണി ഒരു യാഥാർത്ഥ്യമാണെന്നും ഭാവി നടപടികൾ പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കുമെന്നും CPI വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊന്ന്, മുഖ്യമന്ത്രിയുടെ ശൈലി, ഭരണവിരുദ്ധ വികാരം, സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തന വിലയിരുത്തൽ അടക്കമുള്ള കാര്യങ്ങളാണ്. അതിൽ മുഖ്യമന്ത്രിയുടെ ശൈലിയെ ചുറ്റിപ്പറ്റി മാത്രമല്ല ചർച്ച നടക്കേണ്ടതെന്ന് ബിനോയ് വിശ്വം പറയുന്നു. മുന്നണിയുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ പോരായ്മയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി. ഒരുപാട് ഘടകങ്ങളിൽ ഒന്ന് മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ശൈലിയുമായി ബന്ധപ്പെട്ട ചർച്ചകളെന്നും നിലവിലെ പ്രശ്നങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി ഉറപ്പായും പഠിക്കുകയും വേണമെങ്കിൽ തിരുത്തുകയും ചെയ്യുമെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നുണ്ട്. കൂടാതെ ഈ ചെങ്കൊടിക്ക് കീഴിൽ നടക്കുന്ന അധാർമിക പ്രവർത്തനങ്ങൾ അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചും അഭിപ്രായം CPI വ്യക്തമാക്കുന്നുണ്ട്. സ്മിത. ശരി, ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്.